എന്ന് പറയുന്നത് ഞാൻ എൻ്റെ ഫ്രണ്ടിനെ കാണാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ സമയം ഏകദേശം 3:30 കാരണം റിയുവിനെ നേരെ സ്കൂളിൽ പോയി പിക്കപ്പ് ചെയ്തിട്ട് പോകാമെന്ന് വിചാരിച്ചു. കാരണം വീട്ടിൽ വന്നിട്ട് പോവുകയാണെങ്കിൽ നമ്മൾ കുറേ ടൈം എടുക്കും. അപ്പോൾ ഞങ്ങൾ ഓൺ ദ വേ ആണ്. ഇപ്പം 3:30 ആവാൻ പോവാണ്. അപ്പോൾ നേരെ പോയി റിയുവിനെ പിക്കപ്പ് ചെയ്ത് പിന്നെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. എല്ലാം നമ്മൾ കാറിൽ നിന്ന് തന്നെ അങ്ങോട്ട് ചേഞ്ച് ചെയ്യും. നേരെ അവിടത്തേക്ക് പോകും കേട്ടോ. അവിടെ ചെറുതായിട്ടൊരു ഫംഗ്ഷൻ കൂടെ നടക്കുന്നുണ്ട്. ഹൗസ് വാമിങ്ങിന് ക്ഷണിച്ച സമയത്ത് ഞങ്ങൾക്ക് പോകാൻ പറ്റിയില്ലായിരുന്നു കേട്ടോ. ആ കാണുന്ന ബിൽഡിംഗ് ആണ് കേട്ടോ റിയുവിൻ്റെ സ്കൂള്. എവിടെയാ നിർത്തുക? റിയുവിനെ നമ്മൾ പിക്കപ്പ് ചെയ്ത് റിയു കാറിന്ന് ഡ്രസ്സൊക്കെ മാറ്റി റെഡി ആയില്ലേ? നമ്മൾ എവിടെ പോവാ? എവിടെ പോവാ? നമുക്ക് ഓൾറെഡി ഡയറക്ഷൻ അയച്ചു തന്നിട്ടുണ്ട്. റിയുവിന്റെ സ്കൂളിൽ നിന്ന് അടുത്തായിട്ടാണ് കേട്ടോ കാണുന്നത്. അറിയില്ല, നമുക്ക് എന്തായാലും പോയി നോക്കാം. അവിടെ എത്തിയിട്ട് വിളിച്ചു നോക്കാം. തെറ്റാണെങ്കിൽ ഞങ്ങൾ മടങ്ങും കേട്ടോ. ഏകദേശം നമ്മൾ എത്താറായിരിക്കുകയാണ്. റിയുവിന്റെ സ്കൂളിൽ നിന്ന് അടുത്ത് തന്നെയാണ് കേട്ടോ. ഒരു 2.5 കിലോമീറ്റർ അത്ര മാത്രമേ ഉള്ളൂ. ഞാൻ വെച്ചെന്തോ ഞെക്കും ഓട്ടോമാറ്റിക് ഓണാവുന്നു. നമ്മൾ അവിടെ എത്തി ചായയൊക്കെ കുടിച്ചു. പിന്നെ കുറേ നേരം ഇരുന്ന് സംസാരിച്ചു കേട്ടോ. അതിനുശേഷം നമ്മൾ വീടൊക്കെ മൊത്തം ചുറ്റി കണ്ടു. ഓൾറെഡി ഇവിടുത്തെ ഫംഗ്ഷൻ ഉച്ചയോടെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അവരടുത്ത ഗസ്റ്റ് മാത്രമേ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ മൊത്തം വീടൊക്കെ കണ്ടതിന് ശേഷം പിന്നെയും കുറേ നേരം ഇരുന്ന് സംസാരിച്ചു കേട്ടോ. ഞാൻ റിയൂണിയും കൊണ്ട് പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിരുന്നു. പിന്നെ അവന് കളിക്കാൻ ആളെ കിട്ടിയത് കൊണ്ട് അവൻ ഫുള്ള് കളിയായിരുന്നു കേട്ടോ. ഞങ്ങൾ ഫ്രീ ആയ സമയത്ത് കുറേ കോളേജ് വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ പറഞ്ഞു കേട്ടോ. ചുറ്റും ആളുകളൊക്കെ ഉണ്ട്. പക്ഷേ ക്യാമറ ഫേസ് കാണിക്കാൻ മടിയായത് കൊണ്ടാണ് കേട്ടോ ബാക്കി ആരെയും നിങ്ങൾ കാണാത്തത്. ചേച്ചി ബൈ. ഇനി പിന്നെ ചേച്ചിനൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ തിരിച്ചു പോവാണ്.